എന്നാലും ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് കൂടി പോയിട്ടോ ബാലു. അത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടിപ്പോയെന്നല്ല പറഞ്ഞത്, കുറഞ്ഞുപോയി. ഒന്നും രണ്ടും പറഞ്ഞ് സാധാരണ നിർത്തുന്നതാ. ഇന്നലെ നീ പറഞ്ഞു എവിടം വരെ അങ്ങ് പോയി. അത് തന്നെ. BSc തുടങ്ങി ജോലിക്ക് പോകാത്തതിൽ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചോണ്ടേ ഇരിക്കായിരുന്നു. അത് ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ളതല്ലേ പറഞ്ഞത്. പറയുന്നതിന് കുഴപ്പമില്ല, പറയാം. പക്ഷെ പറയേണ്ട പോലെ പറയണം. ഇത് ചാടി കഴിച്ച് അവനെ തല്ലാൻ ചെണ്ട പോലെ അല്ല പറയണത്. അവൻ എന്തോരം വിഷമമെന്നറിയാവോ? അല്ലെങ്കിലും കുളത്തർക്കാർക്ക് നയത്തി സംസാരിക്കാൻ അറിഞ്ഞുകൂടല്ലോ. ഒന്നും പറഞ്ഞ് രണ്ടാമത്തിന് കടിച്ചു കയറി ഇങ്ങ് ചെല്ലുമല്ലേ അവന്. അയ്യോ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പോരെ ഇതിലു ചായ ഉണ്ടെങ്കിതാ. മുടിയില് ചായ എടുത്താ? ഇല്ല. മകളെ വെച്ചു എന്റെ മുടിയ ചേട്ടൻ ചായ കൊണ്ടു. അല്ല, അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞേ ചേട്ടന് പച്ചവെള്ളം പോലും കൊടുത്തു പോയിരുതെന്ന്. അത് ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ. എന്നാ ചായ താമ കൊണ്ടേ കൊടുക്കാം. ഇന്നലെ വല്ലതും കഴിച്ചായിരുന്ന? ഇന്നലെ ഒന്നും കഴിച്ചൊന്നുമില്ല. എങ്ങനെ തൊണ്ടേന്ന് ഇറങ്ങും? അതേപോലത്തെ പറച്ചിലല്ലേ പറഞ്ഞത്. അല്ല, എത്ര പിണങ്ങിയാലും ഒളിച്ചും പാത്തും വന്ന് കഴിക്കണല്ലേ. അവനും ഉണ്ടാവുമല്ലോ വാശി. രണ്ടുപേരും ഇടക്കിടന്ന് വട്ടത്തിരിയണ ഞാനാ. ആർക്കും ആ ബോധമൊന്നുമില്ല. നീ എപ്പോഴും പറയല്ലോ ഈ സമയത്ത് അവളെ ടെൻഷൻ പിടിപ്പിക്കരുതെന്ന്. എന്നിട്ട് നീ എപ്പോഴും അവൾക്ക് ടെൻഷൻ ആണല്ലോ കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ എന്റെ തലയിൽ കൊണ്ട് വെക്കി. ഞാൻ ഇനി ഒന്നും പറയാൻ പോണില്ല. അമ്മ ചായ കുടിച്ചില്ല അവൻ? ഇല്ല, വിഷ്ണു ചേട്ടൻ മുറിയിലില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണൂടി വെച്ചേ? ഇല്ല അമ്മൂമ്മ, അവിടെയും കാണാനില്ല. അവൻ ജംഗ്ഷനിൽ എങ്ങനെ പോയിക്കാണെന്ന്. ജംഗ്ഷൻ പോണെങ്കിൽ എന്തിനാ ബാഗും ഡ്രസ്സും കൊണ്ട് പോണത്? ബാഗും ഡ്രസ്സുവാ? ചേട്ടൻ സ്ഥിരം കൊണ്ടുപോണ കുഞ്ഞു ബാഗില്ലേ, അത് അവിടെ ഇല്ല. അപ്പൊ ബാഗ് എന്തായാലും ചുമ്മാ കൊണ്ടുപോകില്ലല്ലോ, ഡ്രസ്സ് വെച്ചിട്ടല്ലേ പോവുള്ളൂ. വാ നോക്കട്ടെ. നോക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. അച്ഛനും അമ്മയും ഇനി എന്നെ അന്വേഷിക്കരുത്. ഇതും പറഞ്ഞു ഇടവന്നിരിക്കണ? അത് കൊള്ളാല. എന്താ ഞാൻ തലയെ കുത്തിക്കണോ? നിങ്ങൾ മൂത്ത മോനല്ലേ, പോയി അന്വേഷിക്കണ്ടേ എവിടെ നിന്ന്? എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയത്? എടാ, നാട് വിട്ട് പോകുന്ന അനുവാദം ചോദിച്ചിട്ടാണോ? എവിടെ നാട് വിട്ട് പോയി? എന്റെ പൊന്നു മാമി, ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞില്ല അവനെ. അപ്പൊ നിങ്ങളെ മുഖത്ത് നോക്കാൻ ഒരു ചെളുപ്പുണ്ട്. ഇത് അതുകൊണ്ടാണ് പോയത്. എവിടെയെങ്കിലും തെണ്ടി തിരിച്ചിട്ട് അവൻ വരും. ഇങ്ങോട്ട് വരാണെങ്കിൽ പിന്നെ കത്ത് എഴുതി വെച്ചിട്ട് പോണേ എന്തിനാച്ചാ? അതറിഞ്ഞൂടെ. വെറുതെ പോയി കഴിഞ്ഞാൽ നമ്മളെ പേടിക്കുവോ? നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടേ ഈ കത്ത് എഴുതി വെച്ചിട്ട് പോയത്. പിന്നെ വീട് വിട്ട് പോകാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടൊന്നുമല്ല അവൻ ഇറങ്ങിപ്പോയത്. പിന്നെ അവിടെ ഒട്ടിച്ചിരിക്കണ പടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇന്നലെ വലിച്ചു കയറിയാ ദേഷ്യം വന്നപ്പോ. ആ സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോയതാ. എന്റെ മാമന്റെ അപ്പന്റെ പടപടി അവിടെ ഇരിക്കുന്നത് വലിച്ചെറിയത്. പിന്നെ ഒരു പോസ്റ്റർ വലിച്ചെറിയത് കൊണ്ട് ഇറങ്ങി പോണേ പോട്ട്. ഞാൻ എന്റെ മോനെ കണക്കൂട്ടിട്ടില്ല. എന്തായാലും അധികം നാളെ അറിയണ ചാൻസ് ഒന്നുമില്ല. ഒരു ടീഷർട്ട് എന്തോ എടുത്തു വെച്ചിട്ടുള്ളൂ. അയ്യോ, അതൊന്നും അവന് പ്രശ്നമല്ല. അവനാണ് ഒരു ടീഷർട്ട് ഒരു മാസം ഇടും. അതാണ് അവൻ. ലച്ചു, നിന്റെ ഫോൺ എടുത്ത് അവനൊന്ന് വിളിച്ചേ. ഞാൻ വിളിച്ച് നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫാ? അമ്മ എനിക്ക് പേടി വന്നിട്ടുണ്ടേ. അവൻ സാധാരണ ഇങ്ങനെയൊക്കെ പോയ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ലെന്നേ. നീ പേടിക്കണ്ടെന്നേ മോളെ. നീ പടവലത്തോ നെയ്യാറ്റിൻകരയിലും വിളിച്ചു ചോദിക്കുക. അവനോട് ചെന്നിട്ടുണ്ടോന്ന് അറിയാലോ. നീ ഒരു കാര്യം ചെയ്യ്, പത്രത്തിൽ പരസ്യം കൊടു. മകനെ മടങ്ങി വരൂ, അമ്മ നിറകണ്ണുമായി കാത്തിരിക്കുന്നു. കൊടുക്കണ കൊടു. തിരിച്ചറിയാവുന്ന വല്ല ഫോട്ടോ വല്ലതും ഉണ്ടോ അവൻ്റെ? ഉണ്ടാ? എനിക്ക് വല്ല ചാനലും കൊടു. ഇതും പറഞ്ഞിട്ട് എങ്ങോട്ടാ പോണേ? എടി, അവൻ ജംഗ്ഷനെല്ലാം കറങ്ങി കിടക്കായിരിക്കും. കൈയോടെ പിടിച്ചോണ്ട് വരാം. മനുഷ്യന്റെ സ്വസ്ഥത എടുത്താൻ വേണ്ടി. എടി കൊച്ചേ, നീ ഒന്ന് വിളിച്ചു ചോദിച്ച പടവലത്തോ നെയ്യാറ്റിൻകരയിലുണ്ടോന്ന്? ഇത് കുറെ നേരം അവളോട് പറയണം. എന്നിട്ട് അവൾ വിളിച്ചു ചോദിച്ചില്ലേ ഇത്ര നേരമായിട്ട്? വിളിക്കാൻ പോവാ. എപ്പോഴാ അറിയില്ല. രാവിലെ ലച്ചു ചായ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനവിടെ ഇല്ല. വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെ തന്നെ ഞങ്ങളും വിചാരിച്ച. പക്ഷെ എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. എഴുത്തോ? ലച്ചു, ലച്ചു, ആ എഴുത്തിങ്ങ എടുത്തോണ്ടോ? അല്ല മോളെ, ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ മാത്രം എന്ത് ഭൂകമ്പം ഇവിടെ ഉണ്ടായേ? ബാലു ദേഷ്യം വന്നപ്പോ എന്തോ പറഞ്ഞു, അതിനാച്ചാ. അത് കൊള്ളാമല്ലോ. അച്ഛനും അമ്മയും വഴക്കോളഞ്ഞ അവിടെ ഇറങ്ങി പോകാൻ വേണ്ടേ? അത് മാത്രമൊന്നല്ലേ, ബാലു വിഷ്ണുവിന്റെ റൂമിൽ കയറിയ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന പടം എല്ലാം വലിച്ചു കയറി കളഞ്ഞു. അതേതായാലും നന്നായി. അവൻ വലിച്ചു കയറിയില്ലെങ്കിലേ ഞാൻ വലിച്ചു കയറായിരുന്നു. അവക്കെ കണ്ണടൊന്നും എടുക്കണ്ട. ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. അച്ഛനും അമ്മയും ഇനി എന്നെ അന്വേഷിക്കണ്ട. നീ ആറ്റെങ്ങനെ വിളിച്ചു ചോദിച്ചു? ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, അവിടെ എത്തിയിട്ടില്ല. പിന്നെ ശങ്കരാപ്പൂപ്പനെയും വിളിച്ചു ചോദിച്ചു, അവിടെയും എത്തിയിട്ടില്ല. ബാലനെവിടെ പോയതാ? അവൻ വിഷ്ണുവിനും തിരക്കി പോയതാ. ഇനിയിപ്പോ അച്ഛൻ്റെ കയ്യിൽ വിഷ്ണു ചേട്ടനെ കിട്ടുവാണെങ്കിലേ 2 അടിയും കൊടുത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളൂ. ബാലുവിന്റെ കിട്ടിയ ഇന്ന് അവന്റെ അവസാനമായിരിക്കും. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ കൊല്ലാനും തല്ലാനും നിൽക്കണ്ട. അത് പറഞ്ഞേക്കാം അവനോട്. ഇതാര് പറഞ്ഞ് മനസ്സിലാക്കാനാ? അച്ഛൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോള് വിഷമിക്കണ്ട. അവൻ സന്ധ്യയ്ക്ക് മുമ്പ് എത്തും. മോള് പോയി അച്ഛനെ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോളൂ. ഞാനും വരുന്നടി മോളെ. എന്താ നീ അവിടെ നിന്നേ? എന്തേ? നീ ഞാൻ അറിയാതെ അയൽക്കൂട്ടത്തിന്റെ ചിട്ടിക്ക് ചേർന്നായിരുന്നോ? ചിട്ടി വട്ടം എത്തിയിട്ട് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. എന്തേ?
അല്ല ചേർന്നായിരുന്നോന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ഞാൻ ഈ വളം വാങ്ങിക്കാൻ എങ്ങനെ കാശുണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ അയൽക്കൂട്ടക്കാർ ചിട്ടിയുടെ കാശുമായിട്ട് വന്നത്. അയ്യോ, ആ കാശെടുത്ത് വളം വാങ്ങിച്ചോ? ഞാനൊരു വളം വാങ്ങിക്കാനായിട്ട് വെച്ചിരുന്നായിരുന്നു. ആദ്യം വളം, പിന്നെ വള. ഇപ്പൊ ചെല്ല്. ആ അമ്മ എടാ ബാലു, നീ മുടിയനെ അടിച്ച് കളഞ്ഞല്ലേ? അങ്ങനെ ആവശ്യമില്ലാതൊന്നും പറയല്ലേ. ഡേ എന്തോടാ ഇത്? എനിക്കറിഞ്ഞൂടാ, വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ തുടങ്ങിയ കലിപ്പാണ്. പുതിയത് വരാൻ പോണെന്ന് അറിഞ്ഞപ്പം പഴയതൊന്നും വേണ്ടാടാ. എടാ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ എനിക്ക് തന്നേരം ഞാൻ പൊന്നെ പോലെ വളർത്തി വേണം. ഡേ എവിടുന്ന് കിട്ടിയടാ ഇങ്ങനെ? അണ്ണാ ജംഗ്ഷനിൽ നിന്ന് വന്ന് വണ്ടി കയറിയതാണ്. വണ്ടി കയറിയപ്പോൾ തൊട്ട് നിങ്ങളെ പള്ളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുടിയനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടെന്ന് അവൻ നാട് വിട്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വമ്പം കലിപ്പ്. എന്താണ് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ലടേ. പണ്ടേ നിനക്ക് കണ്ടുകൂടാ. അവന്റെ തലയിൽ മുടിയിരിക്കുന്ന നിനക്ക് ഇത്ര പ്രയാസം തരും. ഇപ്പൊ മുടിയുടെ കാര്യത്തെ പറ്റി പറഞ്ഞതിന് മുടി അവന്റെ തലയിലാണെങ്കിലും ചോർത്തിന് നിനക്കല്ലേ? എന്റെ നിങ്ങളെയും കൊച്ചുനാളില് നമ്മളെ രക്ഷകർത്താക്കള് നമ്മൾ അടിക്കുകയും വഴക്ക് പറയും വീടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടില്ലേ? നമ്മളിവിടെ നാട് വിട്ട് പോയാ എന്തിനാ? അണ്ണാ ഞാൻ പോയിട്ടുണ്ട് ചേട്ടാ, നാട് വിട്ട് പോയിട്ടുണ്ട് ഒരു 3 തവണ. എന്നിട്ട് പട്ടണിയിടന്ന് ചാവാറായപ്പം പിന്നെ തിരിച്ചു വന്നു വീട്ടിൽ. നന്നല്ലേ ഓ, നല്ലല്ലേ? ഓ. ആണ്ടേ ഇതുപോലെ പൈസ തരുമ്പം ആശാഞ്ഞ് വന്നോളും. എന്നാൽ എന്റെ ചെറുക്കൻ അങ്ങോട്ട് പോയോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 50 രൂപ എനിക്ക് തന്നടാ. അണ്ണാ നിങ്ങള് കരയൊന്നും വേണ്ട. ആണ്ടേ ചെറുക്കൻ ചിലപ്പോ വീടിനകത്ത് കാണും. നിങ്ങൾ വരി. അണ്ണാ ഞാൻ വേണമെങ്കിൽ ഒന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം. എടാ നീ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി കറങ്ങുന്നത് വേണ്ട. പിന്നെ നീ ഓട്ടത്തിനിടയിൽ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതുപോലത്തെ സാധനം വേറെ ഒരിടത്തും ഇല്ലല്ലോ. മുടി അഥവാ കാണുന്ന പെട്ടപ്പനെ വിളിച്ച് പറയാം എൻ്റെ അടുത്ത്. ഞാൻ പറയാം. ഇവനെ കണ്ടില്ല എന്നറിഞ്ഞ മുതൽ എന്റെ തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങുന്നില്ല. എന്നിട്ടാണ് മൂക്ക് വിട്ട് അടിച്ച് കയറ്റിയത്. എടാ അത് പ്രയാസത്തിന് കുടിച്ചതല്ലേ? നീ ഒരു കാര്യം ചെയ്, ഒരു പൈന്റ് വാങ്ങിക്കൊണ്ട് വാ. അണ്ണാ ഒരു പൈൻറ്റ് വാങ്ങിച്ചു കൊടുക്കട്ടെ. എടാ ഇങ്ങനെ എവിടെ കിട്ടിയത്? എവിടുന്നാണ് ഇങ്ങനെ കിട്ടിയത്? അവിടെ കൊണ്ട് കളയടേ. മാമ നിങ്ങൾ വരി, വന്ന് വണ്ടി കയറി. എന്റെ മുടിയൻ ചെറുക്കൻ ഇവിടെ വരാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. പോണ്ട, നിങ്ങൾ ഇവിടെ നീക്കി ഇങ്ങോട്ട് വരി. ഡേ നീ ആട്ടോ സ്റ്റാൻഡിൽ എല്ലായിടും പറ. കണ്ടു കഴിച്ചാൽ പെട്ടെന്ന് വിളിക്കാൻ പറ. ഞാൻ പറഞ്ഞേക്കാണ്, എല്ലായിടത്തും പറഞ്ഞേക്കാം. പോയി പോ. കുട്ടിയണ്ണ, ഈ വീട്ടിലെ വിള കാണുന്നല്ല കുട്ടിയണ്ണ. ശങ്കരണ്ണ എന്തോന്നാടാ ശങ്കര ഇത്? കുട്ടിയണ്ണ ഇവിടെ ഉള്ള സമയത്താണ് ഇതൊക്കെ നടന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നടാ, വിവരം പറഞ്ഞു വന്നതാ. ബാല നീ ജംഗ്ഷനിൽ പോയിട്ട് വിവരം വല്ലതും പറഞ്ഞോ? ഒരു വിവരം അറിഞ്ഞില്ല. അവനെ കണ്ടവരാരും ഇല്ല. അച്ഛാ, എനിക്ക് തോന്നുന്നതേ ചേട്ടനെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുടി മൊട്ടയടിച്ചിട്ടായിരിക്കും പോയത്. എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ പല ബാർബർ ഷോപ്പിൽ അന്വേഷിച്ച് പോയി. അവിടെ ഒന്നും ചെന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മുടി മൊട്ടയടിച്ച് കാണൂല. നാട് വിടാൻ വേണ്ടിയാണെങ്കിൽ മുടി വെട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇനി പറ്റോണ്ടിരുന്നിട്ട് കഥയൊന്നുമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പെറ്റിക്കാൻ കൊടുക്കാം. തന്നെ കൊണ്ട് കേട്ടോ. അവന്മാർക്ക് അതിനെ പണി. അവർക്ക് 100 കൂട്ടം വേറെ ജോലികളുണ്ട്. ഒന്നും ചെയ്യാതിരുന്നാൽ എങ്ങനെയാടാ? കൊച്ചിനെ എങ്ങനെയും കണ്ടുപിടിക്കണ്ടേ? എന്റെ അമ്മ അവൻ വരുമെന്നേ കിടന്ന് എന്തിനു പേടിക്കണത്? അവന്റെ കാര്യത്തിൽ യാതൊരു വിഷമവും ഇവന്. അവന്റെ ശല്യം തീർന്നതുപോലെ ഇവന്റെ പെരുമാറ്റം. 23 വയസ്സായ ചെറുപ്പക്കാരനാണ് അവൻ. അവന്റെ പ്രായത്തില് ഞാൻ ഏത് നിലയെത്തിയെന്ന് അറിയാമോ? ഏത് നിലയിലെത്തി? നിലയൊക്കെ അവിടെ ഇരിക്കട്ട്. പക്ഷെ ഞാൻ ഇതുപോലെ നാടോട്ട് പോയിട്ടില്ല. അവൻ നാട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മാത്രം കുറ്റമല്ല, ഇവിടെ എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. എനിക്ക് പങ്കൊന്നുമില്ല. എനിക്ക് ഒരു പങ്കുമില്ല. ഇത് അവന്റെ കുറ്റമാണ്, അവന്റെ മാത്രം കുറ്റമാണ്. ഇനിയിപ്പോ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? മാമി ചിലപ്പോഴേ ഈ നാട് വിടൽ കൊണ്ട് അവന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പുതിയൊരു വഴിത്തിരിവായിരിക്കും. അതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നത് നന്നാവും. എടാ ഈ വീട്ടിൽ ഇത്രയും നാൾ നിന്നിട്ട് നന്നാത്തവൻ ഇനി നാട് വിട്ട് കഴിയുമ്പോ എങ്ങനെയാടാ നന്നാവുന്നത്? മക്കളെ നീലു, എനിക്ക് വയറ് വിശന്ന് വയ്യ, വല്ലതും ഉണ്ടെങ്കിൽ തിട്ടാ. അണ്ണ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവനില്ലാത്തോണ്ട് എനിക്ക് തോന്നണില്ല അടുക്കളയിട്ടൊന്നും കയറാൻ. അവയില്ലെങ്കിൽ എന്ത്? ഡേ അവയില്ലെങ്കിൽ എന്ത്? ബാക്കിയുള്ളവർക്ക് വിശക്കൂലേ? മാമി അടുക്കള പോലെ ഉണ്ടാക്കും. ലച്ചു നീ കൂടെ പോ. എനിക്ക് വിശക്കണം. നിങ്ങക്ക് വിശക്കുമല്ല, നിങ്ങക്ക് ഒരു വിഷമമൊന്നും ഇല്ലല്ലോ. വേറെ വല്ലവരുടെ മോൻ പോയാലല്ല നിങ്ങൾക്ക്. പോയി പുറത്ത് നല്ലവരെ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങളെ വരികയുണ്ട് ഞാൻ പോലും പോയി ആടി. do do
എടാ പിന്നെ പിന്നെ കറങ്ങി നടക്കുന്നത് ആ ഒന്നുമില്ല ഒന്നുമില്ല. ചിറക്കി ഇവിടെ പോയി ആക്കറിയാം ഇറങ്ങി വരട്ടെ അല്ല അമ്മ അടുക്കള എന്നിട്ട് എന്തോ പോലെ. എന്തു പറ്റിയമ്മേ? അല്ല സാധാരണ അവൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് കയറി വരണാണല്ലോ. അവൻ അടുക്കളയില്ലാത്തതുകൊണ്ട് എന്തോ ഒരു. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നെടി കൊച്ചേ. ഇതാണ് കാരണവന്മാര് പറയണേ, ഒരാൾ വീട്ടിലുള്ളപ്പോൾ അയാളുടെ വില അറിയില്ല, അയാൾ നാട് വിട്ടു പോകുമ്പോഴാണ് അയാളുടെ വില അറിയുള്ളൂ. ഏത് കാരണവന്മാരടി അങ്ങനെ പറഞ്ഞിട്ടുള്ളേ? വിശക്കണ ഒന്നും ആയില്ലേ? ഒന്നും ആയില്ല. അച്ഛാ, അമ്മയ്ക്ക് ചേട്ടൻ അടുക്കളയില്ലാത്തതിന്റെ വിഷമം എന്തോ ഒരു എന്നൊക്കെ പറയണ്ട്. എന്തോന്നാണ് എന്തോ ഒരു എന്തോ വിഷമടി? പിന്നെ വിഷമം ഇല്ലാതിരിക്കോ? 24 മണിക്കൂർ അവൻ ഈ അടുക്കളയിലല്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, അവനൊരു ഫ്ലെക്സ് ഇവിടെ അങ്ങനെ കെട്ടി തൂക്കാം, അപ്പൊ 24 മണിക്കൂർ ഇവിടെ കാണുമല്ലോ. ഓ, ഇവന്റെ കാര്യം, സ്വന്തം മോന്റെ കാര്യം പറയുമ്പോഴാ ഫ്ലക്സ് കെട്ടി തൂക്കാന്ന്. കൊച്ചവിടാന്ന് പോയി കണ്ടുപിടിക്കടാ, ഫ്ലക്സും കൊണ്ട് നടക്കാതെ. അയ്യോ മാമി, എന്തായിരുന്നാലും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അവൻ ഇരുട്ടിന്റെ പേടിയാണെന്നേ. അവൻ ഇരുട്ടിന്റെ പേടിയൊന്നുമില്ല. ഓ അപ്പൊ രാത്രി അവിടെ കാണാം നമുക്ക്. അച്ഛാ, ഞാൻ ചേട്ടന് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണാ? എന്നിട്ട് എന്തെങ്കിലും മറുപടി വന്നാ? ഇല്ലോ. മറുപടി വരാനാ? എടി അവൻ മൊബൈൽ ഓഫ് ചെയ്തിട്ടേക്കില്ലടി. അവൻ മൊബൈൽ ഓൺ ചെയ്താ അപ്പൊ ഞാൻ അവനെ പോക്കും. എങ്ങനെ വെക്കും? എടി എന്റെ കുറെ സുഹൃത്തുക്കൾ സൈബർ സെല്ലിൽ ഉണ്ട്. ഇവന്റെ നമ്പർ ഞാൻ അമ്മമാരെ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലാര? പോലീസുകാരോ? പോലീസുകാരെ നിനക്ക് പരിചയമുണ്ടോ? പോലീസുകാരെ നിനക്ക് പരിചയമുണ്ടോ? നീലുവേ ഡേ പറഞ്ഞു പറ, ഞാനും പോലീസുകാരുമായിട്ടുള്ള ബന്ധമൊക്കെ. പിന്നെ എനിക്ക് നിങ്ങളെ പൊങ്ങച്ചോ പറഞ്ഞിരിക്കാനുള്ള സമയം. അതെ, എല്ലാവരും കൂടെ വന്ന ദിവസമല്ലേ, വലിയ ഇറച്ചിയോ മുട്ടയോ മീനൊക്കെ വാങ്ങണോ? പിന്നെ എല്ലാവർക്കും സദ്യ വെച്ചോളാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പൊ. ഞാൻ എന്നെ കൊച്ചു പോയതിന്റെ വിഷമത്തിൽ നിൽക്കാം ഇവിടെ. അവ ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയായിരിക്കും. പിന്നെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണല്ലോ വിട്ടിരിക്കണേ. എടി അവന്റെ പൈസ കാണുമെന്ന് വെച്ചേ. എന്റെ മാല എവിടെ ഉണ്ടെന്ന് നോക്ക്. ഒന്ന് പോകാലോ അവിടുന്ന്. എവിടെ പോണ്ടി? അല്ലമ്മ, പറയാൻ പറ്റില്ല, ചിലപ്പോ ചേട്ടാ അച്ഛന്റെ സ്വഭാവം എടുത്താലോ. അച്ഛൻ്റെ സ്വഭാവം പണി കൊടുക്കും. അച്ഛൻ്റെ സ്വഭാവം എടുത്താൽ അതെ, ചങ്കരനൊക്കെ വിശക്കാണ് കേട്ടാ, അല്ലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്ക്. എടാ സുരേന്ദ്ര, ഇല്ലടേ വന്നില്ലടേ. എടാ അന്വേഷിക്കുന്നിടത്തൊക്കെ അന്വേഷിച്ച് ഒരു രക്ഷയില്ലടേ. എടാ അവിടെ വന്ന അവിടെ തിരിച്ച എന്നെ പറയണേ. ഓ ഓ എടാ അച്ഛനത് പറയല്ലേ. ശരിയടാ, എടാ ആകെ വിഷമമായടേ. ഓ ശരി ശരി. ആരാ അച്ഛാ? ചിറ്റപ്പനാ? ഓ അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്ന്, ചെന്ന് ഉടനെ വിളിച്ചു പറയാന്ന് പറഞ്ഞവൻ. എന്റെ മാല ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ. ഈ പോടെയായിരുന്നു ഈ സമയത്താണുള്ള മാല. മുടിയന്റെ വല്ല വിവരം ഉണ്ടാണേ? ഒരു വിവരവും ഇല്ലെണ്ണ, എവിടെ പോയെന്ന് ആർക്കറിയാം. ആട്ടോറിക്ഷ ചാനൽ അന്വേഷിക്കാൻ ചന്ദ്രനെ വിട്ട്, അവനെ കാണാനുമില്ല ഇപ്പോൾ. അച്ഛാ, ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചേട്ടൻ്റെ പേരും ഫോട്ടോയും വെച്ച് പരസ്യം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞു. ഈ കോലത്തിൽ തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞു. അണ്ണാ ബാലുണ്ണ എന്തിനാണ്? എടാ പോടാ, നല്ല ആള് നീ. നിന്നെ എപ്പോഴാണ് പറഞ്ഞത്? നീ ആട്ടോറിക്ഷ ചാനൽ അന്വേഷിക്കാൻ പറഞ്ഞു പോയിട്ട്. അണ്ണാ, എറണാകുളത്തുള്ള സകല ആട്ടോ സ്റ്റാൻഡിൽ ഞാൻ മുടിയൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവരെ കണ്ണിപ്പെടുകയാണെങ്കിൽ അവരപ്പം തന്നെ ഓൺ ദ സ്പോട്ട് നമുക്ക് ഫോണിൽ വിളിച്ച് വിവരം പറയും, അല്ലെങ്കിൽ കയ്യോടെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കും. നിനക്ക് വേറെ വേല, ഈ ആട്ടക്കാരന്മാരുടെ കണ്ടിന് പറയാൻ പോണത്. അതെന്ത് കുഴപ്പം? നിന്നെ പോലെ ഫ്രാഡ് കേസുകളല്ലേ. അച്ഛാ, അച്ഛൻ കുറെ നാൾ ബസ് ഓടിച്ചല്ലേ, അപ്പൊ ആ വഴിക്കൊന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? എൻ്റെ മക്കളെ, ഇനി പരിചയമുള്ള എല്ലാ ബസ് ഡ്രൈവറും ഞാൻ വിവരങ്ങൾ പറഞ്ഞു. അവർ എല്ലായിടത്തും അന്വേഷിക്കുക തന്നെ, ഒരു വിവരവും ഇല്ല. അണ്ണാ, എന്തായാലും ആട്ടോക്കാരുടെ കണ്ണ് വെട്ടിച്ച് മുടിയേം ഈ എറണാകുളം സിറ്റി വിട്ടു പോകില്ല, അത് ഉറപ്പാണ്. അതൊക്കെ അങ്കളുടെ തോന്നലാ. എന്ത് കുഴപ്പം? ചേട്ടൻ ഓട്ടോയിലൊന്നും കയറാറില്ല നിങ്ങളെ. ചേട്ടൻ ഓൺലൈൻ ടാക്സിയിൽ മാത്രമേ കയറാറുള്ളൂ. അവ ആരെ പോയി ഓട്ടോ കയറൂല, കാറിലേ പോകുക. അല്ല അച്ഛാ, ഇനിയിപ്പോ ചേട്ടനെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ട്രെയിൻ കയറി വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? ശരിയാണ് ചന്ദ്ര. ആ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചാ അണ്ണാ അന്വേഷിക്കാം. പക്ഷേ എങ്ങനെ? അവിടെ ആയിരക്കണക്കിന് ആൾക്കാരല്ലേ വരെയും പോവുകയൊക്കെ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയിട്ട് കണ്ടുപിടിക്കാൻ? എടാ അവിടെ CC ക്യാമറ ഉണ്ടല്ലോ, അതുവഴി നോക്കിയാൽ. അത് ശരിയാണ്. എടാ ഇവന്റെ ഈ മുടിയാണ് നേരത്തെ പെട്ടെന്ന് തിരിച്ചറിയാടാ. ക്യാമറ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊക്കാം. അല്ലെങ്കിൽ ഇവൻ കയറി ട്രെയിൻ നമുക്ക് അറിഞ്ഞാലും മതി. നമുക്ക് TTR വഴി അല്ലെങ്കിൽ റെയിൽവേ പോലീസ് വഴി എവിടെയെങ്കിലും അവനായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ വരുമോ? ചന്ദ്രനല്ലേ, ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ഞാൻ പോയി അന്വേഷിച്ചിട്ട് ഇതാ പറഞ്ഞു. എന്റെ കണ്ണിൽ പെടണേ അപ്പം വിളിച്ച് പറയാം. ഫോണൊക്കെ കറക്റ്റ് അല്ലേ? ഓ
ഓ അപ്പൊ ഞാൻ പോയിട്ട് വരാം. വരണേ. ഓ പിന്നെ വിളിച്ച് പറയണേ. ദാ ഇപ്പൊ വരും. എൻ്റെ മുടിയനെ കണ്ടു കിട്ടുകയാണെങ്കിൽ അവനെ പളനി കൊണ്ടുപോയി ഞാൻ മുട്ട അടുപ്പിച്ചേക്കാമേ. ഇതെങ്ങാനാവ അറിഞ്ഞ ഈ ജമ്മത്തവ ഈ 7 തടുക്കൂല. ഇങ്ങനെ പ്രാർത്ഥന വിളിച്ചോട്ട് പോകത്ത്. ഞാൻ വെളിയിൽ പോയിട്ട് വരാം. നീ എവിടെ പോണു? ഞാൻ വെളിയിൽ പോയിട്ട് വരാണ്ണ. ഞാൻ പറഞ്ഞ ഇവിടെ ചങ്ക് താഴ്ന്ന് നിൽക്കാണ്. എന്നെ ഇളക്കരുത് നിങ്ങള്. വാ വിളിച്ചോട്ട് പോ. ആ ബാബു വാ. ഇവന്തിരി അച്ഛൻ എവിടെയും പോട്ടെ വാ. തനിക്ക് സുഖമല്ലെന്നോ? മോളെ ബാലൻ ഇതുവരെ വന്നില്ലേ? വന്നില്ല അച്ഛാ, വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല. നീ വിഷമിക്കണ്ട മോളെ, രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്. അതെ, നിങ്ങൾ പടവലത്തുണ്ടെന്ന് കരുതി അവൻ അങ്ങോട്ട് പോയി കാണോ? എങ്കിൽ പണിക്കാർ വിളിച്ച് പറയത്തില്ലായിരുന്നോടി? എടി കൊച്ചെ, അവൻ പോയപ്പോ നിന്നോട് പോലും പറഞ്ഞില്ലല്ലോ. നിന്നോടെങ്കിലും പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എവിടെയാന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നല്ലോ. ചേട്ടൻ എന്നെ അറിയാൻ പാടില്ല എങ്ങോട്ടാ പോകേണ്ടിന്ന്. പിന്നെയാണ് അമ്മയടുത്ത് പറഞ്ഞിട്ട് പോകണം. നീ ഇതോടെ പോയിരുന്നടാ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ റെയിൽവേ സ്റ്റേഷനിൽ പോയത്? അല്ല, ട്രെയിനിൽ കയറി നാട് വിട്ടെന്ന് അറിയാനേ. അവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നോക്കിയായിരുന്നാ? അത് നമുക്ക് നോക്കാൻ പറ്റൂല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് ഇറങ്ങാൻ നോക്കാൻ പറ്റൂ. എങ്കിൽ സ്റ്റേഷനിൽ കൊണ്ട് പരാതി വിടറാ. അതാടാ നല്ലത്. ഇനി സമയം കളയണ്ട, നമുക്കൊരു പരാതി കൊടുക്കാം. എടാ മോനെ, നിനക്ക് പരിചയമുള്ള ഒരുപാട് പോലീസുകാരില്ലേ? ഒന്ന് വിളിച്ചു പറയടാ മക്കളെ. വിളിച്ച് പറഞ്ഞാൽ പറ്റൂല, നേരിട്ട് പോയി പരാതി കൊടുക്കണം. എന്നാ പിന്നെ നേരിട്ട് എന്ന് പറ. അതിന് ഡേ ഫോട്ടോ ഉണ്ടോ? മുടിയൻ്റെ പഴയ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ? ആ പഴയ ഫോട്ടോ ഉണ്ട്. അല്ല, പഴയതല്ല, പുതിയ ഇപ്പൊ എടുത്ത ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ? ഇപ്പോഴത്തെ ഇല്ല, മുടി വളർത്തുന്നതിന് മുന്നേ ഉള്ള. ആര് തിരിച്ചറിയാവനെ? പിന്നെ ഇപ്പൊ എന്തിനു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഒരു രേഖാചിത്രം ഞാൻ വരച്ച് തയ്യാറാക്കാം. അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. വേണ്ട, ഇത് ഫോൺ. ഹലോ, ആരെ 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 സുക്കൽ മാമനാ? മാമ സൗഖ്യമാ? இல்ல மாமா, ഇവിടെ ஒரே பிரச்சனை. நம்ம மூத்த மோதிய முடிய அவனை காணவே இல்லையா, மிஸ் ஆயிடுச்சு. கேரளாவை மொத்தம் அடிச்சு பறக்கி எங்கேயும் கிடைக்கல. அங்கே இருக்கா? அங்கே எப்படி வந்து? அவனு வழி தெரியலையே. கூகுள் மேப் நோக்கி வந்தாச்சா? அடேங்கப்பா. என்ன மாமா ஒரு அதிசயமா இருக்கு. அந்த அளவுக்கு ஒரு புத்தி இருக்கா? இல்லையே, பொட்டனா இருக்கு. என்ன சொல்றது மாமா இது? நிஜமா இது ஒன்றும் தெரியல, புரியல மாமா. அது சரி, வந்து அப்புறம் கூப்பிடுறேன். வாங்க மாமா, வாங்க மாமா. എന്ത് പറയും? എന്ത് அங்கே இருக்குது? എങ്കേ? എടി നമ്മളെ ചൊക്കലി മാമന്റെ വീട് അங்கே എടി അங்கே ഇരിക്കുന്നു. കനകത്തെ പക്കത്തെ ഇருக்கு. ഇങ്ങ നമ്മളെ മുടിയ തമിഴ് പറ, മലയാളത്തിൽ പറയടാ. അതന്നെ. എടി ചൊക്കല മാമന്റെ വീട്ടിൽ ഇരിക്കണമെന്നായി. അവിടെ എങ്ങനെ എത്തി? അവിടെ അടക്കളയിരുന്ന് മുറുക്കുന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പോയി അടക്കള തന്നെ ഇരിക്കണേ. എന്ത് ചെയ്യുമെന്ന് പറയാ? അല്ല, എന്നാലും അവിടെ എങ്ങനെ എത്തി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവ എങ്ങനെ അവിടെ എത്തി? ബാലു, വിഷ്ണു കനകത്തിന്റെ അടുത്തേക്കാ പോയെന്ന് അറിഞ്ഞപ്പോഴേ ബാലുവിന് വലിയ സന്തോഷമായില്ലേ മോളെ? പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങോട്ടല്ലേ പോയത്? വിഷ്ണു എന്ന് വരും നമ്മളെ പറഞ്ഞേ? 2 ദിവസം കഴിയുമ്പോ വരുമെന്നാ പറഞ്ഞേ. എന്തായാലും അവിടെ പോയതല്ലേ, അവിടെ സ്ഥലമൊക്കെ കണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന്. അവൻ ടൂർ പോയതാണോ അതോ നാട് വിട്ടു പോയതാണോ? അച്ഛൻ്റെ അല്ലേ മോൻ, കറക്കമൊക്കെ കൂടും. അവൻ വന്നു കഴിയുമ്പോ കുറച്ച് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് വേണം അതൊക്കെ കൊണ്ടുപോയി തീർക്കാൻ. എടി മക്കളെ, ഞാനും നേർന്നിട്ടുണ്ടേ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന. അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് വരുമ്പോ ഇവിടെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഫുൾ അമ്പലം കറങ്ങി നടക്കേണ്ടി വരും. അതിനോട് വന്നിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെന്താ കറങ്ങിയാല്? അപ്പൊ സത്യം പറഞ്ഞ ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അമ്പലവാസിനെ പോലെയായി അല്ലേ? ഓരോ അമ്പലത്തിലും കയറി ഇറങ്ങുമ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിലെ ദുഷ്ടചിന്തകളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. എങ്കിൽ പിന്നെ അവൻ ഈ വീടും നാടും വിട്ട് എങ്ങും പോവില്ല. അതിന് അമ്പലത്തിലല്ല കൊണ്ടുപോകണ്ടേ, പിന്നെ വല്ല സൈക്കാട്രിസ്റ്റ് എടുത്തും കൊണ്ടുപോകണം. സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ അവൻ എന്താ പ്രാന്തണ്ടോ? പ്രാന്തുള്ളവർ മാത്രമാണ് സൈക്കാട്രിസ്റ്റ് എടുത്ത് പോണേ. അമ്മ, ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടനെ വല്ല കൗൺസിലിംഗും കൊണ്ടുപോകും, അതാ പറഞ്ഞുള്ളൂ. നീ ഇനി കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ആയിരിക്കും സൈക്കാട്രിസ്റ്റ് എടുത്ത് കൊണ്ടുപോകണേ. കൂടുതൽ വർത്താനം പറയല്ലേ?
എടി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛനൊരു ചായ ചോദിച്ചു, അതിങ്ങ് തന്നാൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാം. എടുത്ത് നിന്നെ കയ്യിലേക്ക് തരാം, എന്നിട്ട് കൊണ്ടു കൊടുക്കുള്ളൂല്ലോ നീ. എടുത്തിട്ട് പൊടി. നീ ഗ്ലാസ് കൊടുത്ത് കയ്യിലേക്ക് തരാം. ഗ്ലാസ് ഒന്നും കാണാനില്ല. അമ്മ ഇനിയിപ്പോ ചേട്ടൻ വരുമ്പോളേ സദ്യയൊക്കെ ഒരുക്കി ഭയങ്കര ആഘോഷത്തിലായിരിക്കുമല്ലോ. അതേ, ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ അങ്ങ് ചെയ്തോളാം കേട്ടാ. കൂടുതൽ ഇങ്ങോട്ട് ചിലക്കാൻ നിൽക്കണ്ട. ലച്ചു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ വന്ന് കഴിയുമ്പോൾ അവൻ നാട് വിട്ടു പോയെന്നും പറഞ്ഞ് അവനെ കളിയാക്കാൻ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്കോട്ട് നാട് പിടിക്കാൻ പോണ ഞാൻ കേട്ടാ. അമ്മയുടെ മൂത്ത മോനെ ആരും കളിയാക്കാൻ വരുമൊന്നുമില്ല. ഇവളൊക്കെ കൂടിയാണ് അവനെ വട്ടാക്കണത്. അവന് ജോലി ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് ഒരു വലിയ ഉദ്യോഗസ്ഥ അടക്കണ്. ആകെ മുക്കാൽ ചക്രവും ഉണ്ട്, അതിന്റെ അഹങ്കാരവും ഉണ്ട്. മതിയടി നിർത്ത്. അവള് പോയല്ലോ, പിന്നെ എന്തിനാ കിടന്നോണ്ട് ചിലക്കുന്നേ? ആ കേക്കട്ടെ എന്ന് ചോദിച്ചാ പറഞ്ഞു. ഓ ഹലോ, അതെ, ബാലചന്ദ്രൻ തമ്പിയാണ്. മട്ടാഞ്ചേരിന്നാ? ആ, തിയേറ്റർ വെച്ച് കണ്ടാ? അല്ലല്ലല്ല, അയ്യോ എൻ്റെ മോനെ കിട്ടി. ആ മുടിയനല്ലത്, ഇത് വേറെ. എൻ്റെ മോനെ തമിഴ്നാട്ടിൽ വെച്ച് കിട്ടി. ആ ശരി, ഓക്കെ, താങ്ക് യു. വിളിച്ചത് വളരെ സന്തോഷം. ശരി ശരി ശരി. ആരാ അച്ഛാ? മനുഷ്യൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലേ? മട്ടാഞ്ചേരി വെച്ചൊരു മുടിയനെ കണ്ട നമ്മുടെ ആൾക്കാർ വിളിച്ച് പറയണം. കാഞ്ഞിരമ്പാറ വെച്ച് വേറൊരു മുടിയൻ, പിന്നെ കരുതാങ്ങാപ്പള്ളിയിൽ വേറൊരു മുടിയൻ. ഇതെന്തോ എല്ലാം കൂടെ 10-12 മുടിയന്മാരല്ല. നീ മറ്റേ വാട്സാപ്പിൽ കൊടുത്തിട്ട് പ്രശ്നമായത്. അത് മൊത്തം അങ്ങ് വൈറലായി. പിന്നെ അവർക്കറിയാൻ പാടില്ല നമ്മുടെ ചേട്ടൻ നമുക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ എന്ത് ചെയ്യേ? ഒരു കാര്യം ചെയ്യ്, എൻ്റെ മുടിയൻ ചേട്ടൻ തിരിച്ചു വന്നു അടുത്ത മെസ്സേജ് അയക്കി. അല്ല, അത് അയച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ. മനുഷ്യൻ ഇരിക്കപ്പുറത്തില്ല പോവാന്. ആ ആമോ, ഓ മുടിയില്ലാത്തതുകൊണ്ട് മുടിയൻ്റെ വിശാലമായ റൂമിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയില്ലേ? ആ ഉറങ്ങിയടാ. കാല ആ, ഇനി അവനിങ്ങോട്ട് വരുമ്പോൾ അവനെ തല്ലാനും കൊല്ലാനും നിൽക്കണ്ട കേട്ടോ. എൻ്റെ അമ്മോ, തല്ലാനുമില്ല കൊല്ലാനുമില്ല. അവൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കൂല. അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ശകാരിക്കാനും പോകില്ല. ഒന്നാമത് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാരെ പേടിയാണ്. നമ്മൾ അടങ്ങി ഒതുങ്ങി ഇതാ ഒരു മൂലയിൽ ഇരുന്നോളാം. നീ അങ്ങനെ പിള്ളേരെ പേടിച്ചിരിക്കൊന്നും വേണ്ട. നീ അവന് ഒരു വക പറയാതിരുന്നാൽ മതി. അതുകൊണ്ടല്ലേ ഇറങ്ങി പോണത്. അവൻ ഇങ്ങോട്ട് വരട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. ആ, ഇയാളിപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. അവൻ വരുമ്പോഴേ 2 ദിവസം ഞാൻ പടവലത്തോട് നിർത്തിക്കോളാം. അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നേരെയാവും. എടാ ബാലു, മുടിയൻ വന്ന് അവനെ പളനിയെ കൊണ്ടുപോയി മുട്ടയടിക്കാൻ ഞാൻ നന്നതാണ്. അവനെ പളനിയെ കൊണ്ടുപോകണം മുട്ടയടിക്കാൻ. വിളിച്ചാൽ മതി, വരും. വരുമല്ലേ? വരുമല്ലേ? ഇക്കാര്യം അറിഞ്ഞോണ്ടല്ലോ അപ്പോൾ അടുത്ത നാട് വിടും. ആ, അപ്പോൾ എൻ്റെ നേർച്ച നിങ്ങൾ മുട്ടയടിക്കി. എടാ, അവൻ മുട്ടയടിക്കാനുള്ള ഞാൻ മുട്ടയടിച്ച അവന് വേണ്ടിയല്ലേ ഞാൻ നേർന്നത്. അവൻ്റെ മുടി മുട്ടയടിക്കുന്ന കാര്യം അവൻ്റെ ചോദിച്ചാ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ നേർന്നത് തന്നെ. ഒരു അബദ്ധം പറ്റിപ്പോയി, ഇന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എൻ്റെ പൊന്നെണ്ണ, ഈ കാര്യം പറഞ്ഞ് ഒരുപാട് വഴക്ക് കൂടിയാണ് ഞാൻ അവനുമായിട്ട്. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. അയ്യോ, അപ്പോൾ എൻ്റെ നേർച്ച എന്തിരിയോടെ? മാമ ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. കൊടു കുട്ടെണ്ണം പറഞ്ഞ അവൻ കേൾക്കും. കേൾക്കും. ആ ശങ്കര, അവൻ്റെ മുടി വെട്ടുന്ന കാര്യം ആര് പറഞ്ഞാലും അവനനുസരിക്കത്തില്ല. അയ്യോ, അപ്പൊ എൻ്റെ നേർച്ച നേർച്ച ആരോടെ പറയാ? എടാ ബാലു, നീ ഒന്ന് പറയടാടാ. ഇങ്ങോട്ട് വാ, നീ ഒന്ന് പറ. അവൻ കേൾക്കുവാടാ. ഇവ എങ്ങോട്ട് പോയി അവൻ? ഇവ ഇവിടെ ഇങ്ങോട്ട് ഓടിയല്ലേ? ബാലുവേ, എഴുതി വേടാ, ഇങ്ങോട്ട് വാ. എടാ എഴുതി വരാം. ബാലുവേ, ഇങ്ങോട്ട് വാ. എടാ ഒന്ന് പറഞ്ഞ് അവൻ്റെ എൻ്റെ നേരത്തെയാണ്. ഇവിടെ പാവം കിട്ടൂടാ. ബാ, നീ ഒന്ന് പറ. നിങ്ങൾ മാമനെ വിളിച്ച് പറ. ഡേയ്, അങ്ങേര് കേൾക്കൂലടേ. അങ്ങനെ കേൾക്കുമെന്ന് നീയും കൂടെ പറടാ. നീയും കൂടെ പറ. വിളി. കുട്ടേണോ, കുട്ടേണാ? എന്താണ് മാങ്ങി വാ. എന്താ പറയണ എന്താണ് കുട്ടേണ ഇനി വരി ഒരു കാര്യമാണ്. എന്താ കാര്യം? ഞാൻ വേറെ നേർച്ചയാണ്. പാവം കിട്ടും. കുട്ടനും ബാലുവും പറഞ്ഞ അവൻ കേൾക്കും. ആർക്ക് പാവം കിട്ടും? എനിക്കടാ. അതാണ് ഞാനത് ഞാനല്ലേ. എടാ അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടേണ, ഇങ്ങനെ രണ്ടിനും കൂടെ പറഞ്ഞൊന്ന് സമാനിപ്പിച്ച്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. മാവൻ പറഞ്ഞാലും കേൾക്കൂല, ഞാൻ പറഞ്ഞാലും കേൾക്കൂല. അവൻ വരുമ്പം അണ്ണൻ നേരിട്ട് പറഞ്ഞാൽ അവൻ കേൾക്കും. കേൾക്കും. ഭഗവാനെ, കേട്ടാ മതിയായിരുന്നു. കേൾക്കും. കേൾക്കും. അവൻ നേരിട്ട് പറഞ്ഞാൽ മതി. സമാധാനായി നോക്കാം. അവൻ പറയുന്നവിടെ കേട്ടോണം. അത് ഞാൻ പറഞ്ഞൊക്കെ കേൾപ്പിച്ചോളാം. ഭവാനിയെ,
എന്താ ശങ്കര? ഓ നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ ഭയങ്കര ജോലിയാ. എന്ത് കണ്ടാ സഹായിക്കാൻ വന്നതാ? എനിക്ക് നിങ്ങളെ കൊണ്ടൊരു സഹായം വേണം. കള്ളു കുടിക്കാൻ കാശ് ചോദിക്കാൻ വന്നാണോ? തരില്ല. ഇതൊരു വഴിപാടിന്റെ കാര്യമാണ്. മുടിയൻ തിരിച്ചു വരാൻ വേണ്ടി നിന്നതാണ്. വഴിപാടിന്റെ പേരും പറഞ്ഞ പൈസ അടിച്ച് മാറ്റാനാണെങ്കിൽ നടക്കില്ല അണ്ണാ. ഏയ് ഇത് കാശ് ചെലവുള്ള നേർച്ചയൊന്നുമല്ല. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാൽ മതി. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ? അത് ഞങ്ങൾ ചെയ്യിപ്പിച്ചോളാം കേട്ടോ. അണ്ണാ, ഞാനും അമ്മയും കുറെ വഴിപാടുകളൊക്കെ അവന് നേർന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം അണ്ണന്റെയും കൂടി ചെയ്തോളാം. ഏതമ്പലത്തിലാണ് നേർന്നിരിക്കുന്നത്? പളനിയില്. പളനിയിലോ? അയ്യോ, അവൻ തിരിച്ചു വരികയാണെങ്കിൽ പളനിയെ കൊണ്ടുപോയി മുട്ട അടിക്കാമെന്ന് നേർന്നു. എന്തു തന്നെ ഈ പറയണ? പളനി കൊണ്ടുപോയി മുട്ട അടിക്കാന്നാ? പിന്നെ അല്ലാതെ ഞാൻ കാണാതായ പ്രയാസത്തിലങ്ങ് നേർന്നു പോയതാ. അവനെ കണ്ടിട്ടില്ലല്ലോ. ദൈവം ചെയ്തേണ്ട ചെയ്തു, നമ്മൾ ചെയ്യേണ്ടത് ഇനി ചെയ്യണം. അണ്ണന് വേറെ ഒരു നേർച്ചയും കണ്ടില്ലേ നേരാനായിട്ട്? എന്റെ ശങ്കര, എന്തെല്ലാം അമ്പലങ്ങളുണ്ട്, ഏതെല്ലാം നേർച്ചകളുണ്ട്. നീ എന്തിനാ തല മൊട്ടയടിക്കുന്ന നേർച്ച നേർന്നത്? ഞാൻ കുട്ടേണന്റെ അടുത്തും ബാലുവിന്റെ അടുത്തും പുറകെ നടന്നു പറന്ന് അവര് കൈമാറി കിടന്നു. നിങ്ങൾ വിചാരിച്ച ചിലപ്പം കാര്യം നടക്കും. അണ്ണാ, ഈ കാര്യം ആര് പറഞ്ഞാലും നടക്കാൻ പോണില്ല. കാരണം അവന്റെ തലേന്ന് ഒരു മുടി പോയാൽ അവന് സഹിക്കൂല. പിന്നെയല്ലേ ഇത്? അണ്ണന്റെ കാര്യം നോക്ക്. ആ എന്തായാലും അവൻ വരട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ശങ്കരണ്ണം പറഞ്ഞ അവൻ കേൾക്കാതിരിക്കൂല. ആ എടി മോളെ, ശങ്കരൻ പറഞ്ഞതല്ലേ, നീ വിഷ്ണു വരുമ്പോ ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ അവൻ സമ്മതിക്കൂടി. അമ്മ, ഇവിടെ അവൻ ഇറങ്ങിപ്പോവാൻ കാരണം എന്താ? മുടിയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ വഴക്കുണ്ടാക്കിയത്. ഇനിയിപ്പോ അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇത് തന്നെ അങ്ങ് പറഞ്ഞ വഴക്ക് വീണ്ടും ഉണ്ടാക്ക്. പിന്നെ ഇറങ്ങിപ്പോട്ടെ. എന്തോ നിന്ന് ബോധം ഇല്ലാണ്ടാണോ സംസാരിക്കണം എല്ലാരും? ഓ, ഞാനൊന്നും പറയുന്നില്ല. ഉള്ള മനസ്സാവാനോ കൂടി പോയി. ആ ചേട്ടാ, ഇനി എപ്പോഴാണ് പ്ലാൻ? ഒരാഴ്ച കഴിഞ്ഞാ? ചേട്ടൻ ഇവിടെ എല്ലാവരും ചേട്ടന് വേണ്ടി കാത്തിരിക്കുക. ആ ശങ്കരപ്പൂപ്പനും പടവലത്തപ്പൂപ്പനൊക്കെ വന്നു. ഇല്ല, ദയാചന്ദ്രപ്പൂപ്പനും മുമ്പ് വന്നില്ല. ചേട്ടാ കട്ടയില് ഒരു കാര്യം കൂടി പറയട്ടെ. കട്ടയിലേ ആരോട് ചോദിച്ചിട്ട് എന്റെ ഫോണത്തെ? ചേട്ടനെ വിളിക്കാൻ വേണ്ടി എടുത്തതാ. എന്നിട്ട് എന്ത് പറഞ്ഞു? ചേട്ടന് ഇപ്പഴെങ്കിലും വരാൻ പ്ലാനില്ലെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ ഇത്ര. ഒരാഴ്ച? വേറെന്താ പറഞ്ഞേ? വേറെ ഒന്നും പറഞ്ഞില്ല, കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ പറയാം അവിടെ ഭയങ്കര തിരക്കാ, പിന്നെ വിളിക്കാം. അവിടെ എന്ത് തിരക്ക്? അമ്മ അറിഞ്ഞാ? എന്ത്? ചേട്ടന് ഇപ്പഴെങ്കിലും വരാൻ പ്ലാനില്ല. ഒരാഴ്ച കഴിയും എത്ര വരുമ്പോ. ഈ 2 ദിവസം കഴിയുമ്പോ വരാന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ ഒരാഴ്ച ആക്കിയത്? എന്തടി വിഷ്ണു 2 ദിവസം കഴിയുമ്പോ വരൂന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്ന്. അതെങ്ങനെയാണ്? അവിടെ ചെന്ന് അങ്ങനെ പെട്ടെന്ന് വരാൻ തോന്നില്ല. നല്ല ക്ലൈമറ്റ് അല്ലേ? എനിക്കും അങ്ങനെ തന്നെ, എൻ്റെ മോനും അങ്ങനെ തന്നെ. നിങ്ങൾ എന്തെങ്കിലും കൊച്ചവിടെ നിൽക്കാതെ വേണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ വിളിച്ചു പറയാൻ പോവാ. എടി അവൻ നിൽക്കട്ടെടി. അവൻ അവിടുത്തെ സ്ഥലവും വീടും അടുക്കളയൊക്കെ ഇഷ്ടപ്പെട്ടാണ്. എന്ന് ഈ അടുക്കളയ്ക്ക് അറിയുന്ന ബോറടിക്കാണ്. ഒന്ന് അടുക്കള മാറ്റി പിടിക്കട്ടെ. അങ്ങനെ മാറ്റിയൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ എന്തായാലും വിളിച്ചു പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി കൊണ്ട് കയറാൻ പറയാൻ പോവാ. അല്ലമ്മ, അത് മാത്രല്ല, അവിടെ കനകാന്റി നല്ല അടിപൊളി അരിപുടുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, അതിന്റെ രുചി പിടിച്ച് അവിടെ നിൽക്കുമായിരിക്കും. അങ്ങനെ നിക്കണ്ട, ഞാൻ വിളിക്കട്ടെ. എടി അവൻ 2 ദിവസം കൊണ്ട് നിൽക്കട്ടെ അവിടെ. വേണ്ടാന്ന്. ആ അങ്ങനെടാ, നിങ്ങൾ എപ്പോഴും പോണേ? ഞാൻ മുടിയനെ കൊണ്ടുപോയി മുട്ട അടുപ്പിച്ചിട്ടേ പോണുള്ളൂ. ശങ്കരപ്പ, ചേട്ടൻ ഇപ്പഴെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പരിപാടിയില്ല. ആ അവിടെ തന്നെ കൂടാനും പരിപാടി. അതുകൊണ്ട് ശങ്കരപ്പൻ ചേട്ടനെ മുടി വെട്ടണമെങ്കിൽ അവിടെ ചെന്ന് മുടി വെട്ടിച്ചോ. ഇവ എന്താണ് കാണിക്കണത്? ഇപ്പോഴിങ്ങനെ വരൂലേ? അണ്ണ അതെ, ഈ ചൊക്കലിങ്ങയും മാമനും കൂട്ടുന്ന അന്യരൊന്നും അല്ലല്ലേ. അവർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എടാ 2 ദിവസം നിൽക്കട്ടവൻ. ആഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവണേ? പെട്ടെന്ന് നിങ്ങൾ വരാൻ നോക്കട്ടെ. ഇറക്കാം. എന്തോന്ന്? വിഷ്ണു, വിഷ്ണു എന്ത് കട്ട് ചെയ്ത് ഫോൺ. എങ്ങനെ കട്ടിയായിരിക്കും? നാഴിക്കും പോട്ട് ആ ചെറുക്കനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടേയിരിക്കും. പിന്നെ എങ്ങനെ കട്ടിയായിരിക്കും? കുറച്ച് സ്വസ്ഥവനോട്. അത് തന്നെ, ചേട്ടൻ ഇപ്പൊ നാടുവീട്ടിലൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലോട് തിരിച്ചു വരുന്നോണ്ടിരിക്കുവല്ലേ, അപ്പൊ കുറച്ച് സ്വസ്ഥ കൊടുക്കുമ്മാ. എങ്ങനെ ആയാലും എന്താ, സ്വന്തം അമ്മയല്ലേ വിളിക്കണത്? മര്യാദക്ക് സംസാരിച്ചൂടെ അവന്? അവൻ 2 ദിവസം നിൽക്കട്ടെ അവിടെ. നിങ്ങൾ കുറെ നേരം നിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നിൽക്കുക. ആ പയ്യനെ ഇങ്ങോട്ട് പറഞ്ഞോട്. അവൻ 2 ദിവസം നിൽക്കട്ടെ. നിൽക്കട്ടെ 2 ദിവസം, 2-3 ദിവസം നിൽക്കട്ടെ. ബാലുവിന്റെ അതേ സ്വഭാവം തന്നെ അവന്. എവിടെയെങ്കിലും പോയി അവിടെ അങ്ങ് കൂടിക്കോളും. ഞാൻ പറയുന്നത് കുറേ നാള് അവൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്നാ. ഇപ്പൊ അവൻ ആവശ്യം ഒരു മാറ്റമാണ്. ഒരു മാറ്റം വേണമെങ്കിൽ അവന് പടവലത്ത് വന്ന് നിന്നുകൂടെ? ഈ തമിഴ്നാട്ടിലൊക്കെ പോയി നിൽക്കണോ? അമ്മ, ഞാനും കുറെ കാലം കൊണ്ട് ആലോചിക്കുക ഒരു മാറ്റമൊക്കെ വേണമെന്ന്. ഞാൻ കുറച്ച് ദിവസം പടവലത്ത് നിൽക്കട്ടെ. ഞാനെന്താ മോള് വന്ന് നിന്നു. சொல்லுங்க மாமா. மாமு சொக்கலிங்க மாமா. என்ன விசேஷம்? என்ன சமாச்சாரம் சொல்லுங்க.
ഇവിടെ என்ன பிரச்சனை? ഇവിടെ ഒന്നും பிரச்சனை இல்லையே. ആ നീല് മുടിയെ കൂപ്പിട്ടാച്ച്. அப்போ சொல்லியாச்சு ഒരാഴ്ച കഴിഞ്ഞ് அவன் திரும்பி வரலான்னு. ஏன் வர முடியாதா? ஏன்? எங்க அப்பா அப்படியா? ஆஹா ஆ ஆ சரி என்ன பண்றது மாமா? நான் கூப்பிடல மாமா முடிய பார்த்துக்கோ, சரியா பார்த்துக்கோ. எங்க விடாத. சரி 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 ബാല എന്താണ് പ്രശ്നം? എന്റെ മാമാ ഈ മുടിയെ എവിടെ ചെന്നാലും പ്രശ്നമുള്ളല്ലേ. എന്തോന്ന് പ്രശ്നം? അമ്മേ മുടി ചേട്ടൻ അവിടെ പോയിട്ട് എന്തോ കുഴപ്പമുണ്ടാക്കിയെന്ന്. അവനെന്ത് കുഴപ്പമുണ്ടാക്കാൻ? ബാലു എന്തോന്ന് ബാലു? മുടിയെ സാധാരണ ഇവിടെ 10 മണിക്കല്ലേ എണീക്കണേ. ആ അവിടെയും പോയി അതുപോലെ കിടന്നു. ചൊക്കലിങ് അവൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഒരു ദിവസം രാവിലെ 6 മണിക്ക് അവനെ എടുപ്പിച്ച് കുളിപ്പിച്ച് അവിടെ തേവര അമ്പലത്തിൽ കൊണ്ടുപോയി. ഇവനെപ്പോലുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ലല്ലേ. അപ്പം അവിടെ ഒരു പെണ്ണ് തൊഴാൻ വന്നു. ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ടാണോ ഇവനെ കണ്ട് പേടിച്ചാണോ ആദ്യമായിട്ടൊരു ജീവിയെ കാണുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ്റെ കൂടെ നിന്ന് അവളൊരു സെൽഫി എടുത്തു. ഒരു സെൽഫി എടുത്തതാണ് ഇത്ര വലിയ കാര്യം? ഒന്ന് കളബാലു പോടെ എടുത്ത്. പിന്നെ ആ പെണ്ണ് ആരാണെന്ന് അറിയാമോ? ആരാടാ? ആ നാട്ടിലെ ഗൗണ്ടറിന്റെ ഒരേ ഒരു മോള്. അവൾ ആ സെൽഫി എടുത്ത് നേരെ അവളെ അച്ഛനെ കാണിച്ചിട്ട് പറയണ്, എനിക്ക് അവനെ വേണം, അവനെ കെട്ടിത്തരാം. അയ്യോ എന്റെ മോൻ പോയേ, എന്റെ കുഞ്ഞിനെ തമിഴന്മാര് കൊണ്ടുപോയേ. അയ്യോ തമിഴന്മാര് കൊണ്ടുപോയില്ലേ. പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് വണ്ടി കയറ്റി വിടാൻ. ചൊക്കലിംഗത്തോട് പറ. ചൊക്കനാ? ചൊക്കലിംഗത്തോട്. ചൊക്കലി മാമ അതും പറഞ്ഞ്. എന്തുപറ്റി? അവിടെ മൊത്തം ഗൗണ്ടർ ആൾക്കാരാണ്, വടിവാളും കൊണ്ട് വീശി നടക്കാണ്. ഇവനെ കണ്ടാ വെട്ടി തുണ്ടായിക്കളെ. ഒന്ന് പറ എങ്ങനെയാലും മക്കളെ അവരോട് പറഞ്ഞ് എങ്ങനെയാലും കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞ കേള്. അവര് പറഞ്ഞ് രാത്രിയാവിട്ട് ആരും അറിയാ ട്രെയിൻ കയറ്റി ഇങ്ങോട്ട് അയക്കാന്ന്. വല്ല കാര്യം അവന് മധുരയ്ക്ക് പോകാൻ തോന്നിയ സമയത്ത് വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. എവിടെ പോയാലും ഇതുപോലത്തെ വിചിത്ര ജീവികളെ കണ്ട ആൾക്കാർ ഫോട്ടോ എടുക്കും. ഇവന്റെ അല്ലേ മോന്, ഇവനെ പോലെയല്ലേ ചെയ്യൂ. എവിടെ ചെന്നാലും പ്രശ്നങ്ങളെ ഉണ്ടാക്കും. മാമി ഇവിടെ മനസ്സ് തളർന്നിരിക്കുകയാണ്, എന്നെ കുറ്റപ്പെടുത്തരുത്. അവൻ ഈ വീട്ടിൽ നിന്നാ മതി, പോരായിരുന്നാ? ഈ വീട്ടിൽ എങ്ങനെ നിൽക്കണേ? സ്വസ്ഥത കൊടുക്കണ്ടേ എന്നെ കൊച്ചിന്? പറഞ്ഞു വിട്ട് കുറ്റം പറയണ അവൻ അങ്ങോട്ട്. അതെ, നിങ്ങളാരും പേടിക്കണ്ട. ചൊക്കലി മാമൻ പറഞ്ഞ് രാത്രി ആവുമ്പോൾ തലയിൽ തോർത്തും കെട്ടി ഏതെങ്കിലും ട്രെയിനിൽ കെട്ടി വിടാം. അച്ഛാ എന്തിനാ തലയിൽ തോർത്ത് വിടണേ? എടി തോർത്ത് കെട്ടിയാലേ അവൻ്റെ മുടി ആരും കാണാതിരിക്കുള്ളൂ. മുടി കണ്ടാ തിരിച്ചറിയൂലേ? തിരിച്ചറിഞ്ഞല്ല ഇവിടെ വെട്ടിക്കുട്ടി വാഴയ്ക്ക് തടവിടുവോ മാറി. കരുനാക്കൊന്നും പറയാതെടാ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും വന്നല്ല. ഓരോന്ന് പറഞ്ഞവരെ പേടിപ്പിക്കാടാ. മാമ, എനിക്ക് അവിടുത്തെ ഗുണ്ടകളെ മനഃശാസ്ത്രം അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചൊക്കലിംഗ മാമനെ വിളിക്കട്ടെ. പിന്നെ ഗൗണ്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവനെ കണ്ട ആരിഷ്ടപ്പെടും? ഏതെങ്കിലും തന്തമാര് മക്കളെ പറഞ്ഞു വയ്ക്കൂ ഇവൻ്റെയൊക്കെ കൂടെ. ചൊക്കലിംഗ മാമനൊന്ന് വിളിക്കട്ടെ. ആ പെണ്ണിനെ പറഞ്ഞാൽ മതി, അല്ലാതെ എന്താ മുടിയന്റെ തല മുട്ടയടിക്കുന്ന കാര്യം പറഞ്ഞപ്പം നിങ്ങൾ എല്ലാവരും എതിർത്തല്ലേ ഇപ്പം കണ്ട ഓരോ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാടാ. അവൻ മുട്ടയടിച്ചിരുന്നെങ്കിൽ അവൻ്റെ മുടി കണ്ട് മോഹിച്ച് ആ പെണ്ണ് അവനെ കെട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കത്തില്ലായിരുന്നു. ഇനി ആ തമിഴന്മാരെല്ലാം കൂടെ അവൻ്റെ തലയെ പിടിച്ച് വെച്ച് കെട്ടിച്ചു വയ്ക്കുമോ? ആ പെണ്ണിനെയും കൊണ്ടാവും ഇനി വരുമോ? നീ കരുനാക്ക് വളയ്ക്കാതല്ലേ ശങ്കര. അറിഞ്ഞാ? ആ എടാ ചൊക്കലിംഗം എന്താ പറഞ്ഞു? ചൊക്കലിംഗം പറഞ്ഞല്ല, ഗൗണ്ടർ കല്യാണത്തിന് സമ്മതിച്ചോ? ഓ, ഗൗണ്ടർ ആൾക്കാർ, അതായത് ഗുണ്ടകള് ആ നാട് മൊത്തം ഇവനെ തിരയാണ്. പക്ഷെ അവനെ കിട്ടൂല. ചൊക്കലിംഗ മാമായി ഇവനെ മുറിയിലിട്ട് പൂട്ടിക്കുകയാണ്. പക്ഷെ ആ ഗുണ്ട ഇവ എവിടുന്ന് വന്നു, ആരെ കെയർ ഓഫ് ചെയ്യുന്നു ഒരു പിടിയില്ല. എന്തായാലും കൗണ്ടറുടെ മോളല്ലേ, നമുക്ക് ഈ കല്യാണം ഉറപ്പിച്ചാലാ. നീ പോടാ അവിടുന്ന്. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി ബന്ധമെടുക്കേണ്ട കാര്യമൊന്നും ഇവിടില്ല. പക്ഷെ അവർക്ക് കേരളത്തിൽ ഒന്ന് ബന്ധം സ്ഥാപിച്ചേ പറ്റുള്ളതാണ്. ഗൗണ്ടർ ഒരേ നില നിൽക്കുകയാണ്. അച്ഛാ
ദേ വിഷ്ണു ചേട്ടൻ വാട്സാപ്പിൽ ഫോട്ടോ വെച്ചേക്കുന്നു ചേട്ടത്തിയുടെ. ചേട്ടത്തീരെ ആ മറ്റേ ഗൗണ്ടറിന്റെ മോളില്ലേ? അവിടെ നോക്കട്ടെ. കൊള്ളാം കേട്ടാ, കാണാനൊക്കെ കൊള്ളാം. എടാ നോക്ക്. ആണ്ടെ. ആ കൊള്ളാം. ആണ്ടെ. നമുക്കിതെങ്ങ് നടത്തിയാലേടേ. നടത്തിയാലോ? എനിക്ക് പോണ്ട അവിടുന്ന്. അണ്ണാ, എനിക്ക് അവന്റെ കല്യാണത്തിനെ പറ്റി എനിക്ക് നീലു നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ മുടിയത് ഇഷ്ടപ്പെടില്ലല്ലോ. അവിടെയാണ് അച്ഛൻ്റെ തെറ്റിയത്. ഈ ഫോട്ടോ വെച്ചിട്ട് വിഷ്ണു ചേട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഫോട്ടോ അച്ഛനും അമ്മേനെയും കാണിക്ക്, എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഗൗണ്ടറിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ കല്യാണത്തിനെ പറ്റി. ഇവളെ കിട്ടാൻ തീരുമാനിച്ചാ? തീരുമാനിച്ചിട്ടൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേട്ടൻ സമ്മതിക്കാന്ന് പറഞ്ഞു. ഇവിടെ കള്ള നീ നീലുവിന്റെ ഫോട്ടോ കാണിച്ചാ? ഇല്ല ഇല്ല. വാ. മധുരയിൽ പോയപ്പോ അച്ഛന്റെ ജീവിതം മാറിയ പോലെ തന്നെ ചേട്ടന്റെ ജീവിതം മാറും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മാറുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ കുഞ്ഞൊരാപത്തും ഇല്ലാതെ ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. എനിക്ക് ഒരു സമാധാനവും ഇല്ല. നീലുവേ, എന്ത്? മുടിയൻ തമിഴ്ത്തി പെണ്ണെ കെട്ടാൻ പോണ്. താണ്ടെ അച്ഛന്റെ അനുവാദം കിട്ടാൻ വേണ്ടിയേ ഫോട്ടോ വെച്ച് നിൽക്കുന്നു. ഈ ചെറുക്കിന് എന്തോ ഭാവിച്ചാ ബാക്കിയുള്ളവർ തീ തീറ്റിച്ച് അവൻ അടങ്ങുമോ? അല്ലെങ്കിൽ അവൻ ഒരു കാര്യം ആലോചിക്കണം. ഒരു കുഞ്ഞുമാവിടെ വരാൻ പോണ്, അതിന്റെ ഇടയിൽ കൂടെ അവന്റെ കല്യാണം കൂടെ. അമ്മ ഫോട്ടോ നോക്കുന്നു. എനിക്ക് കാണണ്ടാന്ന്. ഞാൻ കണ്ടു ചേച്ചി, എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ കൊള്ളാലോ, നല്ല അടിപൊളി ചേച്ചി, നമ്മുടെ കനകാന്റിയുടെ ലുക്കില്ലേ? എനിക്ക് തോന്നി കണ്ടപ്പോ. എന്നിട്ടാ നേരത്തെ പറയാനേ? നിങ്ങൾ ആരെങ്കിലും പറയട്ടെ വിചാരിച്ചു. ഫോൺ ആരും കാണണ്ട. ഫോണിങ് അമ്മ കാണണ്ടെന്നേ ആരും. ഇവിടെ ഒരു തമിഴത്തിയെ കൊണ്ട് പൊറുതി വിട്ടിരിക്കുക. അപ്പോഴാ അടുത്ത തമിഴത്തിയെ കൊണ്ട് വരണേ. ആര് കൊണ്ടുവരും? നിന്റെ മോനെ തമിഴത്തെ കൊണ്ടുവരണം, ഞാൻ കൊണ്ടുവന്നില്ലല്ലേ. അമ്മീനൊന്നും നോക്കേണ്ട ആവശ്യമില്ല അമ്മ. ചേട്ടൻ എങ്ങനെ തമിഴ്ത്തി പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ നിലവിളക്ക് എടുത്ത് അങ്ങോട്ട് അകത്ത് വെച്ചാ അത്ര. നിലവിളക്കല്ല, ഞാൻ വെട്ടുകത്തി എടുക്കാൻ പോണാ. വെട്ടുകത്തി. ഈ വീടിന്റെ പടി കയറ്റില്ല ഞാൻ. പിന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കോ? പക്ഷെ എനിക്ക് ഈ കല്യാണം നടക്കണം എന്ന് തന്നെ ആഗ്രഹം. എന്ത്? ചേട്ടൻ അവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാലോ. നീ ഇടയ്ക്കിടയ്ക്ക് നെയ്യാറ്റിലും പടവലത്തൊക്കെ പോണില്ലേ? ആ യാത്ര പോരെ? അവരെങ്ങാനും ആ തമിഴത്തി പെണ്ണിനെ കെട്ടിയ ഈ വീട്ടിൽ അവന് സ്ഥാനമില്ല. പിന്നെ എന്റെ സ്വത്തിന്റെ ഒരു തരി പോലും ഞാനവന് കൊടുക്കൂല. അതിന് അച്ഛൻ സ്വത്തൊന്നും കൊടുക്കണ്ട. ആ ഗൗണ്ടർക്കേ ഇഷ്ടം പോലെ നിലവും സ്വത്തൊക്കെ ഉള്ളതാ. നമ്മുടെ ചേട്ടൻ ആ ചേച്ചിനെ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ സ്വത്തിന്റെ മൊത്തം അവകാശം ആരാ? നമ്മുടെ ചേട്ടനാ. ഒറ്റ മോളാണല്ലേ? എന്താണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു സൈഡ് വലിവ്? ഡീ, സ്വത്തിന്റെ പകുതി അവൻ എഴുതി തരാന്ന് പറഞ്ഞാ? അതിന് ശ്രീധരൻ ഭായിക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ? വെട്ടി കൊല്ലില്ല ഞാനെ. അതിന് ശ്രീധരൻ ഭായിക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ? വെട്ടി കൊല്ലില്ല ഞാനെ. ചേട്ടൻ ചേച്ചിയെ കെട്ടിക്കൊണ്ട് വന്ന അച്ഛൻ വെട്ടിക്കൊല്ലും, കെട്ടിയില്ലെങ്കിൽ ഗൗണ്ടറിന്റെ ഗുണ്ടകൾ തല്ലിക്കൊല്ലും. എന്തായാലും ചേട്ടന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ലച്ചു, ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോയേ. കുട്ടേണ, എന്താടാ ശങ്കര? മുടിയൻ്റെ മുടി എടുക്കുകയാണെങ്കിൽ എൻ്റെ വഴിപാട് നടക്കും. അവനെ നൈസായിട്ട് കൊണ്ടുവരികയും ചെയ്യാം. അവൻ്റെ ജീവൻ പോയാലും അവൻ മുട്ടയടിക്കുമെന്ന് നീ വിചാരിക്കട്ടെ. എങ്കിൽ പിന്നെ അവൻ്റെ കാര്യം പോക്കുകയല്ലേ. അതെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണോടി? ബാലു എവിടെ പോയി? അവനാ ഫോണുമായിട്ട് പറമ്പിലും കാണുന്നുണ്ട്. കൊച്ചു ഗുണ്ടകളുടെ കയ്യിലെങ്ങാനും പെട്ടോ? വല്ല വിവരം അറിഞ്ഞോ? ഇതുവരെയും അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ നീലു, നീലു, എന്താടാ എന്താടാ ബാലു എന്താടാ നീലു, എന്താ ബാലു എന്താ? ഗുണ്ടകള് പൊക്കി മുടിയനെ ഗുണ്ടകള് പൊക്കി. മുടിയനെ ഗുണ്ടകള് പൊക്കിയെന്ന് നീ എന്നെ പറഞ്ഞത്? എങ്കിൽ തൊക്കിലേക്ക് മുറിക്കകത്തിട്ട് അടച്ചിട്ടാക്കണമെന്ന്. 10-12 ടാറ്റാ സുമാരി ഗുണ്ടകൾ എരച്ച് വന്ന് വീട് അരിച്ച് പറക്കി മുടിയനെ പൊക്കിക്കൊണ്ട് പോയി. യവന് ചൊക്കലിക്കത്തിന്റെ വീട്ടിലുള്ളത് കൊണ്ടുവരോളൂ. ആരാടാ പറഞ്ഞത്? എന്റെ മാമ യവന് ഫോണിൽ റേഞ്ച് കിട്ടാതെ ഇരുന്നപ്പോ നേരെ ടെറസിന്റെ മണ്ടേ കയറി. ആരോ വിളിച്ച് പറഞ്ഞ്, ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞ് ഇൻഫോം ചെയ്ത് അവർ വന്ന് യവനെ പോയിക്കൊണ്ട് ഒറ്റ പോക്ക്. ഓ അയ്യോ, എങ്കിൽ അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചതന്നെ. രസം അതല്ല. ഗുണ്ടകളെ വന്ന് എങ്ങനെയെന്ന് അറിയാമോ? വലിയ താലത്ത് നിറച്ച് വസ്ത്രങ്ങളും പഴങ്ങളും പിന്നെ നോട്ട് കെട്ടുകളും പിന്നെ പൂക്കളുമായിട്ടാണ് എതിരേക്കാൻ വന്ന് പിടിച്ചുകൊണ്ട് പോയത്. എടാ, അത് അവരുടെ ഒരു രീതിയാണ്. ആ നോക്ക്, അവര് ചെറുക്കനെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ച് അവരെ വയ്ക്കോളും. ചെറുക്കനെ നമുക്ക് കിട്ടൂല. അയ്യോ ബാലു, ബാലു എന്റെ മോൻ. നീ മര്യാദ ഇത്രയും വർഷം അവനെ വളർത്താങ്കി കണ്ട തമിഴ്മാർക്ക് ഞാൻ വിട്ടുകൊടുക്കൂല. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചു കൊടുക്കാം. നീ ഇവിടെ വന്ന് എന്തോ കാണിക്കാനാടാ? പോയേ പറ്റൂ. ഞാൻ പോവും, മധുരയിലോട്ട് ഞാൻ പോവും. മധുരയ്ക്കാ? എന്ത് മധുരയ്ക്ക് പോയാ? എടീ, പറ്റുമെങ്കിൽ ഞാൻ അവിടെ ഗുണ്ടകൾ ആരൊക്കെ നിലം പരിശാക്കിയ ചെറുക്കനെ കൊണ്ട് ഞാൻ പോരും. എങ്ങനെ? ഗൗണ്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി ഞാൻ ചെറുക്കനെ കൊണ്ട് പോരും.
എടാ അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട, ആ ചന്ദ്രനെ സുരേന്ദ്രനെ കൂടെ വിളിച്ചു. എന്തിന് എന്തിന്? നിനക്കൊരു കൂട്ട്. ചന്ദ്രൻ നല്ല ആളാണ്, നാട് മുട്ടൊക്കെ പറയും. എന്റെ ചെറുക്കനെ കൊണ്ടുപോയി ഉടച്ചൊന്നും പെണ്ണ് കിട്ടാൻ പോണൊക്കെ മുണ്ടി പോരുന്നു. അവളെ കാര്യം ഞാൻ പറയാം, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്നാ പിന്നെ ഞാനും വരാം. തള്ളേന്നെന്തെങ്കിലും കൂടെ അവിടെ സ്കൂളിൽ പ്രോഗ്രസ് അവിടെ ഒപ്പിടാൻ പോവല്ല, മര്യാദയ്ക്ക് വയറും കൊടുത്തോളൂ. എവിടെയെങ്കിലും പോയി ഇരിക്കണ്ട അങ്ങോട്ട്. ഞാൻ പോയിട്ട് വരാം. ATM കാർഡ് ഉണ്ടെങ്കിൽ ആ ATM കാർഡ് പണി കിട്ടിയെടുക്കും. വേണ്ട വേണ്ട വേണ്ട, ATM കാർഡ് എന്റെ സ്വന്തം പൈസ ഞാൻ പോയിക്കോളാം. എന്റെ ബാഗ് എവിടെ? അവിടെ നോക്കാം, അവിടെ ഉണ്ട്. സത്യം എവിടെ? ഷർട്ടും ഉണ്ട് അവിടെ. ബാഗൊന്നും കാണാനില്ല ഇവിടെ. ആ കണ്ടു, ഇത് മതി. ഒരു കാര്യങ്ങൾ ഇല്ല, ബാഗുമില്ല, അടുത്ത് വെച്ചിട്ട് കാണൂല. സമയമായി. ഇനി ഒറ്റയ്ക്ക് ചെന്ന് എന്തെല്ലാം അവിടെ ചെയ്യണമെന്ന് അറിയാം. ട്രെയിൻ സമയമായി. അയ്യോ നിന്റെ ബാഗായിരുന്നാ? ഇതെന്തോന്നത്? പിക്കാച്ചുവാ? മാമി നീലുവിനെ എന്റെ ബാക്കിയുള്ള പിള്ളേരൊക്കെ നോക്കിക്കോണേ. ട്രെയിൻ വിടാൻ സമയമായി. മക്കളെ അച്ഛൻ്റെ ബാഗ് സ്കൂളിൽ വെക്കും.